അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പുത്തൻവീട് തറവാടിൻ്റെ ഗേറ്റിനരികിൽ അതാ കുഞ്ഞിക്കതിയും സൗദയും ഇരിക്കുകയാണ്. പെമ്പർന്നോളെ ഒന്നങ്ങോട്ട് വിളിച്ചു പോയി നോക്ക്. അന്നെ കെട്ടിക്കൊടുന്ന പെരല്ലത് അനക്കത് ഇത്ര ബേജാറ്. ഉമ്മ ഞാൻ പോവില്ല, ഓലൊക്കെ എന്നെ കളിയാക്കും. വയറുവേദന എന്ന് പറഞ്ഞിട്ട് അവസാനം മാനസിക ആശുപത്രിയിൽ ഞാൻ എത്തിക്കണ്. അതുകൊണ്ട് കളിയാക്കും. നിങ്ങളാണ് പോയിക്കോളി, നിങ്ങളെ പിന്നാലെ ഞാൻ വരാം. എൻ്റെ പൊന്നാര പെണ്ണേ, ഇവിടുത്തുകാർ എന്ത് കാട്ടിയാലും ഒരു കയറ്റും. ഒരു മനുഷ്യന്മാർ ഇവർ വേദനിപ്പിക്കൂലല്ലോ. നമ്മളിപ്പോൾ എന്തൊക്കെയാന്ന് കാട്ടിക്കൂട്ടി എന്നെ സ്വീകരിച്ചില്ലേ, അതിന് മേലുണ്ടപ്പോൾ ഇത് ചെല്ലങ്ങട്ട് വേണം ചെന്നൂട്. എന്നാൽ ഈ സമയം ഷമ്മാസ് അതാ അവിടെ സിറ്റ് ഔട്ടിൽ ഓരോ കണക്കും കാര്യങ്ങളും നോക്കി ലാപ്ടോപ്പിലായിരുന്നു. മോനെ ഷാമോനെ, എന്താടാ ഇന്നേരം അവിടെ പുറത്തിരിക്കണ്ട്? പോന്നാളെ ഒത്തുക്കേ കുറേ നേരമായില്ലേ, ഇനി മതി എൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കൽ, ഉമ്മ അതപ്പോൾ കഴിയും. എന്നാൽ ആ ഒരു സംസാരം ശരിക്കും ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് അവർ കേട്ടിരുന്നു. എന്ന് ഷമ്മാസിന് അവരുടെ ഒരു പിറുപിറുക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ആരപ്പോൾ അപ്പുറത്ത് എന്തൊരു സംഭാഷണം കേൾക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ എന്ത് സംഭവം? സ്ത്രീകളുടെ ശബ്ദം പോലെയൊക്കെ. അത് ഈ നട്ടപ്പാതിരാക്കിപ്പോൾ എന്താ? അതിനിപ്പോൾ നോക്കണ്ട. ഇനിയിപ്പോൾ ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മ എന്തായാലും അവരുടെ ടോർച്ചടിച്ച് പോകാനൊക്കെ പറയും. കാരണം അവിടെ ഗേറ്റിങ്ങത്തെ ആ ഒരു ലൈറ്റിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടോ അറിയില്ല, കത്തുന്നുമില്ലല്ലോ. ഷമ്മാസ് ആ ലൈറ്റ് ഒന്നുകൂടി ഓൺ ചെയ്ത് നോക്കി. ഇല്ല, അതെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്താക്കും? ഷമ്മാസ് ഫോൺ എടുത്തുകൊണ്ട് അത് ആ മുറ്റത്തേക്ക് ഇറങ്ങി. എന്താ വിശ്വസിക്കാൻ പറ്റൂല, പല രീതിയിലും കള്ളന്മാരുണ്ടാവും. എന്തൊക്കെ തന്നെയാലും CCTV പെട്ടെന്ന് ഷമ്മാസ് നോക്കി. അവൻ്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് രണ്ട് സ്ത്രീകൾ ഗേറ്റിൻ്റെ അപ്പുറത്തായിട്ട് അവിടെ ഇരിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്തിപ്പോൾ സംഭവം ഇത്? അവൻ മൊത്തത്തിലായിട്ട് CCTV ഒന്ന് ചെക്ക് ചെയ്തു. ബാക്കിയൊക്കെ ഓക്കെ തന്നെയാണ്. പക്ഷേ മെയിൻ ഗേറ്റിൻ്റെ അപ്പുറത്തായിട്ട് അതാ രണ്ട് സ്ത്രീരൂപങ്ങൾ. ശരിക്കും ഷമ്മാസിൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നു. ആളുകളെ വ്യക്തമായി കാണുന്നുമില്ല. ഇതിപ്പോൾ എന്ത് സംഭവം ആകെപ്പാടെ? ഇതേത് നാടോടികളാണോ? ആ രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെയാണല്ലോ. ഇതിപ്പോൾ എന്താ ഇവർ ഈ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നത്? ഇനിയിപ്പോൾ പോയി നോക്കണോ? അല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ, ഏതെങ്കിലും നാടോടികൾ വന്നതായിരിക്കും. ആട്ടി വിടുന്നത് ശരിയല്ലല്ലോ. ഒരു പക്ഷേ അത് കിടക്കാൻ ഒരിടമില്ലാറ്റ് അവിടെ എവിടെയെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചതായിരിക്കും ആ ഗേറ്റിനരികിലെങ്ങാനും. ഷമ്മാസ് ഒരു നിമിഷം പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്തു. കാരണം അകത്തൊന്നുമല്ലല്ലോ, പുറത്തല്ലേ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കി. ഇല്ല, ബാക്കിയൊക്കെ ക്ലിയറാണ്. അവിടെ ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. ശരിക്ക് കാണുന്നത് ആ രണ്ട് സ്ത്രീരൂപങ്ങളെയാണ്. എന്താവോ. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയും സൗദിയും ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല, ചിലക്കാതെ പൊയ്ക്കടി. എൻ്റെ കുട്ടീൻ്റെ അവിടെ, എൻ്റെ കുട്ടീനെ ആലോചിച്ച് പൊയ്ക്കോ. അല്ല ഇജ് എവിടേക്ക് വിചാരിച്ച് കണ്ട പോരുന്നത്? ഇജ് നേരെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. വെറുതെ ഇജു അസീനെയും പ്രശ്നം ഉണ്ടാക്കണ്ട. എന്തിനാ വേണ്ടാത്തിന് ഇജ് നിൽക്കണത്? എന്നെക്കൊണ്ട് തോറ്റക്കണ് ഞാൻ. എൻ്റെ റബ്ബേ, എന്താണ് കയറി പൊയ്ക്ക പെണ്ണെ, എനിക്ക് എന്തിൻ്റെ കേടാ? എന്നെ കെട്ടിക്കൊടുന്ന പേരല്ലത്. എന്തെനിക്ക് ഇത്ര പേടിക്കാൻ? ഇജ് ആരെ പേടിക്കണത്? എൻ്റെ പൊന്നാരമ്മ, നിങ്ങളതൊന്ന് വിടി. ഞാൻ അങ്ങോട്ടേ വരുന്നത്. അവിടെ വന്ന് എനിക്കൊരു മുറുക്ക് വെള്ളം കിട്ടൂല, ഞാൻ പറഞ്ഞേക്കാം. എടങ്ങാറാവേണ്ടി വരും, എടങ്ങാറിൻ്റെ കൊടി ആവേണ്ടി വരും. ഇജു അസീനും തമ്മിൽ ഒക്കൂല. ഓൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടൂല, എന്നെ ഇറക്കി വിടും. മാണ്ടാത്തീന് നിൽക്കണ്ട. ഇജ് ഇവിടെ കയറിപ്പോയിക്കോ എൻ്റെ കുട്ടീനെ വിചാരിച്ചിട്ട്. ഇനിയും അങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ എൻ്റെ കുട്ടീനെ കാണാൻ പൂതിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തരൂലടി. നവാസ് പിന്നെ വേറെ ഒരെണ്ണത്തിനും കൂടി ഉണ്ട് കെട്ടലേക്കാരം അന്ന ഒഴിവായിക്കാണ്ട്. അല്ലെങ്കിലും ഇപ്പം നവാസ്ക്ക് ഉള്ളതും ഇല്ലാത്തൊക്കെ സമം തന്നെയാണ്. ആര് പറഞ്ഞു നവാസിനെ കൈവിടല്ലിട്ട് ജി? നവാസിനെ കൈവിട എന്താ ഉമ്മങ്ങളീ പറയണത്? നവാസ്ക്ക് എന്നോട് വിളിയും വർത്താനം ഒന്നുമില്ല, പിന്നെ ഞാൻ ഓല ഒപ്പം ഇങ്ങനെ നടക്കണോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അതാ കുഞ്ഞിക്കൈദിയുടെ മനസ്സിൽ അവൻ്റെ ആ ഒരു ഷോപ്പിൽ നിന്ന് വരുന്ന ആ ഒരു പൈസ മുടങ്ങും എന്നതായിരുന്നു അവരുടെ ഭയം. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കതിയ പറയുന്നു, പൊന്നാര മോളെ, നവാസിനെ വിടല്ലേ, ഓനെ മിണ്ടും പറയുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല. നല്ലൊരു മനുഷ്യനാണ്. ഇജ് ഇങ്ങനെ വിടല്ലട്ടാ, അവിടെ തന്നെ നിൽക്ക് ഇജ് പെണ്ണേ. ഇജ് പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് പോയി എത്രങ്ങാനും മുതലും സ്വത്തും അവിടെ ഉണ്ട്. അതൊക്കെ എനിക്ക് നഷ്ടപ്പെടൂലേ? അത് ആ നുസൈബാക്കും മറ്റോൾക്കൊക്കെ പോകും. ഇജ് അവിടെ ഉണ്ടായി അനക്കും അതിൻ്റെ ഒരു ഓരി കിട്ടും. പമ്പറന്നോളാം, എനിക്കൊരു കുട്ടില്ലേ?
പിന്നെ ഇപ്പോൾ കുട്ടിക്കുള്ളതും കൂടി അനക്കേക്കാറ് ഇതിപ്പോൾ ഇല്ലാതെ ആകപ്പാട് കൊളാക്കണം. വെറുതെ എൻ്റെ ജീവിതം കേടെടുത്തണ്ട. എൻ്റെ ഉമ്മ നിങ്ങൾ ഇതൊന്ന് ഇങ്ങനെ പറയണത് ഞാൻ പോവില്ല. നിങ്ങൾ വരി എൻ്റെ കൂടെ, ഞാൻ പോവില്ല. എൻ്റെ റബ്ബേ നടക്കങ്ങട്ട്. അങ്ങനെ അതാ കുഞ്ഞിക്കതിയാത്ത മുന്നിൽ നടക്കുന്നു. ഗേറ്റ് പതുക്കെ തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഗേറ്റിൻ്റെ ശബ്ദം കേട്ടതും ഷമ്മാസ് ഒന്ന് നോക്കി. ഗേറ്റ് തുറക്കുകയാണല്ലോ, ഗേറ്റ് ലോക്ക് ചെയ്തിട്ടില്ലേ? പെട്ടെന്നാണ് ഷമ്മാസ് ആരായിരിക്കും എന്ന് കരുതി നേരെ അതാ ഉമ്മയെ വിളിക്കാൻ വേണ്ടി. ഉമ്മ, എന്താ മോനെ? ഉമ്മ, ഉറങ്ങിങ്ങൾ? ഞാൻ പറഞ്ഞില്ല എന്നോട് അവിടെ നിന്ന് പോര് എന്ന്. ഇങ്ങോട്ട് പോന്നാജേ, ഈ നട്ടപ്പാതിരാക്ക് അവിടെ പോയിരിക്കണേ എന്താന്നില്ലേ? ഉമ്മ, നമ്മൾ ഗേറ്റിങ്ങിൽ 2 സ്ത്രീകളുള്ളതായിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ ക്യാമറയിലേക്ക്. എൻ്റെ പതിരീങ്ങളെ പഠിച്ചോനെ, ആരാണത് റബ്ബേ അവിടെ? നോക്കട്ടെ. എന്നാൽ ഐഷുമ്മ അത് നോക്കുന്നു. എടാ, അത് ഗേറ്റ് തുറക്കാൻ നിൽക്കണേടാ, ഒന്നാണ് പോയി നോക്കാം. ഗേറ്റ് ഓപ്പൺ ആക്കിക്കണ? ഇല്ലമ്മ, അതിങ്ങനെ പിടിച്ചെന്തൊക്കെ കാട്ടുന്നുണ്ട്, അത് കിട്ടുന്നില്ല. ഒന്ന് പോയ പഠിച്ചോനെ, ആരാപ്പത്? ഇന്നേരം ഇനിയിപ്പോൾ നട്ടപ്പാതിരെ വിശ്വസിക്കാനും പറ്റൂല. നേരെ അതാ ഷമ്മാസ് പറഞ്ഞു, ഞാൻ ഉമ്മ പോയി നോക്കട്ടെന്ന്. മോനെ ശ്രദ്ധിക്കണം കേട്ടോ, പല രീതി കള്ളന്മാരും കള്ളത്തിയാളൊക്കെ വരും. ഒരു കുട്ടികളെ ഒച്ച ഉണ്ടാക്കിയിട്ടും പൈപ്പ് തുറന്നിട്ടിട്ടും സാധു വയ്ക്കണ്ട് അഭിനയിച്ചിട്ടും അങ്ങനെ പല സൈസിലും ഉണ്ടാവും. എൻ്റെ പൊന്നാര മോനെ ഒന്ന് നോക്കുക, ആരാണ് ആ ഗേറ്റ് കുത്തി പൊളിച്ചണമെന്ന് നോക്കാം. എൻ്റെ ഉമ്മ, ഞാൻ നോക്കിക്കോളാം. അത് ഓട്ടോമാറ്റിക് ഗേറ്റാണെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടോ എന്തോ അറിയില്ല, അതവർ പിടിച്ചിങ്ങനെ വലിക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഷമ്മാസ് അതാ പുറത്തേക്ക് ഇറങ്ങി. മോനെ നോക്കണം കേട്ടോ, കയ്യിൽ മുളകും പൊടി ഉണ്ടാവും, കത്തി ഉണ്ടാവും, പലതും ഉണ്ടാവും. ഓലെ ആൾക്കാരെ മയക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയാണ്ട് ആൾക്കാരെ വരുത്തും. കൈമല് വളമുള്ളവരും കൗത്തിൽ മാറുള്ളവരൊക്കെ ആകുമ്പോഴേ പിടിച്ച് വലിച്ചാണ്ട് കൊണ്ടോലേക്കാരം. കൈമല് ഒരു പമ്പറന്നോള് നാള് കൈമല് വള ഏറ്റ് പൊയ്ക്കാണ്ട് കയ്യിനണ്ട് വെട്ടിക്കഴിഞ്ഞു. ഒരു താത്താൻ്റെ കാത് അരിഞ്ഞു കൊണ്ടേക്കണ് ചിറ്റൊന്നായിട്ട് കണ്ടിട്ട് കാതുമ്പത്തേ. നല്ലോണം കരുതും മോനെ, മുളകും പൊടി ഉണ്ട് എറിയലേക്കാരം. പിന്നെ നമുക്കൊന്നും അതേപോലെ ഒരു സാധനം മണപ്പിച്ചുവല്ലോ, അതാണ്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോധം കെട്ട് ഉഗ്രഹിക്കാരം. പറയാൻ പറ്റൂല. അല്ലേ ഉമ്മാൻ്റെ കുട്ടി പോകണ്ട, നേരം അവിടെ നിൽക്കട്ടെ, ഇനി ഉമ്മാൻ്റെ കുട്ടി ഇന്നേരം പോകണ്ട. ശരിക്കും അതാ ഷമ്മാസിൻ്റെ ഉമ്മ അത് പറഞ്ഞപ്പോൾ ഷമ്മാസ് ഒരു നിമിഷം അവിടെ നിന്നു. ഉമ്മ, അത് അവിടെ എന്തോ പ്രശ്നം. പൊന്നു മോനെ, ഗേറ്റിൻ്റെ പുറത്തല്ല, ഇങ്ങോട്ട് വരുമല്ലോ. ഇമ്മാൻ്റെ കുട്ടി ഇപ്പോൾ പോകണ്ട. അത് ആവശ്യമാക്ക് ഭയം തോന്നി. കാരണം അങ്ങനെയൊക്കെ അഭിനയിച്ച് വല്ല മയക്കുമരുന്നിട്ട് എറിഞ്ഞ് ബോധം കെടുത്തിയിട്ട് എൻ്റെ കുട്ടിനൊന്നും കാട്ടാനും മടിക്കൂല, വീട് കൊള്ളയടിക്കാനും മടിക്കൂല. എന്നാൽ ഐഷുമ്മയുടെ വാക്ക് കേട്ടപ്പോൾ ഷമ്മാസ് അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി നിൽക്കുന്നു. ഉമ്മ, അതിനിപ്പോൾ എന്താ? ഉമ്മ പേടിക്കൊന്നും വേണ്ട, അതൊന്നും ഉണ്ടാവില്ല മോനെ. ഉമ്മാൻ്റെ കുട്ടി ഇന്നേരം പോവല്ലേ, പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു. എന്നാൽ ഉമ്മ പറഞ്ഞത് അതാ ഷമ്മാസ് അനുസരിച്ച് നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഉമ്മ, അത് അവിടെ എൻ്റെ സ്ത്രീകളാ തോന്നും. പൊന്നു മോനെ, സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പണ്ടത്തെ കാലത്ത് കള്ളന്മാരും ആണുങ്ങളെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റാത്തത് പല രീതിയിലും വരും. ഉമ്മാൻ്റെ കുട്ടി ഒത്തുകയറിക്കളി, നമുക്ക് വാതിലടക്കാം. അങ്ങനെ അതാ ഐഷുമ്മ പറഞ്ഞത് കേട്ട് ഷമ്മാസ് അകത്തേക്ക് കയറി. ഐഷുമ്മ തന്നെ വാതിലടിച്ചു. എൻ്റെ കുട്ടീനെ എനിക്ക് മാണം, അതുകൊണ്ടാണ് ഇപ്പം നേരെ ഈ നട്ടപ്പാതിരാക്കൊക്കെ അവിടെ ഗേറ്റിങ്ങൾ ഒച്ചപ്പാട്, പെണ്ണുങ്ങളൊച്ച, കുട്ടികളൊച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലതിനും വരും. ചിലവരെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ബോംബിടാനും മടുക്കൂല. അങ്ങനത്തെ ഏറ്റങ്ങൾ ഉണ്ടാവും. ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ പോകണ്ട, തൽക്കാരാണ് പോയിക്കോളി. അങ്ങനെ അത് ഷമ്മാസ് മനമില്ലാ മനസ്സോടുകൂടി അകത്തേക്ക് എത്തി. നുസി കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, നമ്മുടെ നവാസിൻ്റെ കുഞ്ഞിന്. നുസി, ഇക്ക, എന്തിക്ക അവിടെ സംസാരം കേൾക്കുന്നത്? ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത്? അവിടെ ആരാ? പൊന്നു മോളെ, അവിടെ ഗേറ്റിങ്ങിൽ ആരോ ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് തുറക്കാൻ പോകുന്ന നേരത്ത് ഉമ്മ സമ്മതിക്കണില്ല. ഉമ്മ പറയാം അതവിടെ ആണ് പോയിക്കോളും, ഈ അതിൻ്റെ പിന്നാലെ പോകല്ലേന്ന്. എന്നാൽ അതാ സൗദയും ഉമ്മയും പരമാവധി ഗേറ്റ് പിടിച്ച് കുലുക്കാൻ നോക്കിയിട്ടും അത് അനങ്ങുന്ന പോലുമില്ല. എന്ത് പൂട്ടതിന് ഇട്ടിക്കണത്? വല്ലാത്ത ആദ്യം പൂട്ടാണ് ദീനിട്ടിക്കണത്. വല്ലാത്തൊരു ജന്തുക്കളോ, എൻ്റെ റബ്ബേ. എത്രയൊക്കെ തന്നെ പിടിച്ചു വലിച്ചിട്ടും ഗേറ്റുകൾ പറഞ്ഞു പോരുമോ എന്നുള്ളതല്ലാതെ ഒരു കുലുക്കും അതിന് വരുന്നില്ലല്ലോ. ഉമ്മ, നിങ്ങളത് പിടിച്ചു വലിച്ചിട്ടൊന്നും കാര്യമില്ല, അത് ഓട്ടോമാറ്റിക് ഗേറ്റാണ്. അപ്പം തനിക്ക് കുറച്ച് മുമ്പ് പറഞ്ഞുകൂടേനാ? അതൊക്കെ ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ടോ? അതന്നെ പറഞ്ഞത്, എനിക്ക് ശരിക്കും മാനസികമുണ്ട്.
എന്താ ഉമ്മ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അതേടി എനിക്ക് നല്ലോ അസുഖമുണ്ട്. പിന്നെ ഇനി വല്ലാതെ ഇവിടുന്ന് കച്ചറ കളിച്ച് ചാടാൻ നോക്കണ്ട. ഇവിടെ ഒരു വാർത്ത അങ്ങനെ ഒതുങ്ങി കൂടിക്കൊണ്ടേ. പേരിനൊരു മാനസിക രോഗി എന്നൊക്കെയുള്ള പേരുണ്ടെങ്കിൽ പണിയെടുക്കണ്ട. എന്നാൽ പിന്നെ എനിക്ക് നേരത്തിന് അന്നും വെള്ളം അങ്ങനെ കിട്ടിക്കോളും. കുറച്ചൊക്കെ അഭിനയിച്ച് അവിടെ കിടന്നോ. എന്നാലേ മാനസിക രോഗിയൊക്കെ എല്ലായിടത്തും പരിഗണന ഉണ്ടാവും. ഈ പെരിയിലുണ്ടാവും, ഇത്രയും വലിപ്പമുള്ള പെരിയിലും. അതുകൊണ്ട് ഇജ് കയറുരിഞ്ഞ് പായാൻ നിൽക്കണ്ട, അവിടെ തന്നെ ഒതുങ്ങി കൂടിക്കോ. ശരിക്കും കുഞ്ഞ് കഥയുടെ പുതിയ ഐഡിയകൾ മകൾക്ക് അതാ പറഞ്ഞു കൊടുക്കുന്നു. ഉമ്മ, ഞാൻ ഇനി മാനസിക രോഗിയെ അഭിനയിക്കുക എന്ത് നിങ്ങൾക്ക്? അതേ പെണ്ണെ, കുറച്ചൊക്കെ മാനസിക രോഗിയായി നിന്നോ. മറ്റേ എല്ലാ പണിയും പേറേണ്ടി വരും. പ്രത്യേകിച്ച് മറ്റൊരു ഡോക്ടറാകാൻ പഠിക്കുകയാണ്. അപ്പം പിന്നെ ഓൾക്ക് എന്തായാലും കുറേ പണി നിർത്ത് പോകാൻ പറ്റില്ല. അപ്പം ഇജ്ജ് പറഞ്ഞോണ്ടി വേലക്കാരി വേണം, അല്ലാതെ എനിക്ക് കഴിയൂലെന്ന് തന്നെ പറഞ്ഞോണ്ടി കേട്ടോ. അല്ലാതെ അവിടുത്തെ ആ കണ്ട വലിയ പെരീത്തെ പണി മുഴുവനോ അടിച്ചോരലും തുടക്കലൊക്കെ കഴിയോ? അല്ലെങ്കിൽ ഒന്നായിട്ട് ഉമ്മ എടുപ്പിക്കുന്നില്ല, കുറച്ചിന്ന് എടുപ്പിക്കുള്ളൂ. കാരണം നമ്മൾ നടക്കുന്ന സ്ഥലമൊക്കെ അല്ലേ. ഓ ഇജിപ്പോൾ ഓല ഭാത്തായടി. അതല്ല ഞാൻ പറയാ, എടി പെണ്ണെ, ഈ ഗേറ്റ് തുറക്കാതെ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുക, വല്ല ജന്തുക്കളും നമ്മളെ കടിച്ചു കൊണ്ടോലേ, പുലി ഇറങ്ങിക്കണൊക്കെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പേടിപ്പിക്കില്ല കേട്ടോ. ഓരോന്ന് പറഞ്ഞുകാണ്ട് പുലിയൊക്കെ ഇറങ്ങിക്കണമൊക്കെ ആർക്ക് എന്തപ്പോൾ പുലി ഉണ്ടാവില്ല ഇവിടെ. ഈ മനുഷ്യന്മാരെ കാണുമ്പോൾ ഓൾക്ക് വലിയ ഇഷ്ടമാണ് നമ്മളെ ചോര കടിച്ച് വലിച്ച് കൊണ്ടോലേക്കാരം. നിങ്ങൾ ഓരോന്ന് പേടിപ്പിക്കാൻ പറയില്ല കേട്ടോ. മനുഷ്യനോട് പേടിച്ച് ബേജാറായി നിൽക്കുമ്പോൾ നിങ്ങളൊരു വർത്താനം. അതാ ലൈറ്റ് ഓഫാക്കി, വല്ലാത്തൊരു പുതുമ. അപ്പോൾ ഓല് കിടന്നു. ഇനി നിന്നിട്ട് കാര്യമില്ല. ഗേറ്റ് പരമാവധി ശക്തിയിൽ കുഞ്ഞിക്കതി വലിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു. ഉമ്മ, നിങ്ങളിനിപ്പോൾ എത്ര ബലം പ്രയോഗിച്ചാലും കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കാണ്, അത് തുറക്കൊന്നുമില്ല. അത് അവിടെ ഓരോ സ്വിച്ച് ഓണാക്കി അത് തുറക്കുള്ളൂ. പിന്നെ പുറമക്കാർക്ക് വരുന്നുണ്ടെങ്കിലോ? പുറമക്കാർക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് ചെറുത്, അത് ജമീല താത്താൻ്റെ ആ ഭാഗത്തു കൂടെ പോകണം. അത് റിമോട്ടൊന്നുമില്ല. എടി അതിലെ പോയി അപ്പുറത്തേക്ക് എത്തുമോ? പറയാൻ പറ്റില്ല. ഉള്ളിലേക്ക് പൂട്ടിക്കണമെങ്കിലോ ഏതെങ്കിലും പീഡിത്തന്നയിലാണ് കിടന്നാൽ മതിയേനും. ഇല്ലാത്തൊരു പുതുമ. ഉമ്മ, നിങ്ങളാ പണ്ട് സ്വർണ്ണം കിട്ടുമ്പോൾ അവിടെ കിടന്ന് നിങ്ങളെ കൊത്തി വലിച്ച് കൊണ്ടുപോയാലായിരിക്കും. അതേ, അങ്ങനെ കൊത്തി വലിച്ചാന്നും പൊന്തൂര പൊന്നു മോളെ. നിങ്ങളല്ല, നിങ്ങൾ ആഭരണങ്ങളാണ് പറയണത്. പിന്നെ എനിക്കത് കണ്ടിട്ട് നല്ലോണം അസൂയുണ്ട്. എപ്പോൾ തുടങ്ങിക്കണ വിൽക്കാൻ പറയൽ വിറ്റ് പോയി വിക്കി അറിയാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ എന്താ? ഞാൻ എൻ്റെ കൈമലും കാൽമലൊക്കെ ഇട്ട് നടക്കണേ. എനിക്കെന്താ ഛേദം? എനിക്ക് വല്ല ഛേദമുണ്ടോ? എൻ്റെ ബാപ്പ ഉണ്ടാക്കി തന്ന മുതലൊന്നല്ലത്. ബാപ്പ ഉണ്ടാക്കിയതില്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതല്ലേ. എടി ഇന്നോട് ഇങ്ങനെ കണക്ക് പറഞ്ഞു കേട്ടോ. നിങ്ങളൊക്കെ പെറ്റ് പോറ്റി ഇമ്പൽപ്പാക്കിക്കണം. ഇങ്ങോട്ടും നിങ്ങൾ കണക്ക് നല്ലോണം പറഞ്ഞോളി. ഞാനിപ്പോൾ കുറച്ച് ആഭരണങ്ങൾ ഇട്ട് നടക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത അസൂയുണ്ട്. നടക്കങ്ങട്ട് ഏല വയ്യെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാനാവില്ല. ഉറക്കം വന്നിട്ടും കാല് വേദനയായിട്ടും വയ്യ. ഇന്നിപ്പോൾ നടന്ന് ഈ മങ്ങളെ പണിയനല്ലേ ഇത്. നല്ല മട്ടത്തിൽ വീട്ടിലേക്ക് പോയില്ല. നിങ്ങൾ ആ ടാക്സിക്കാരനൊക്കെ തെറ്റിപ്പിച്ച് കണ്ട് നിങ്ങളെ പണിയനല്ലേ. ഏതായാലും ഇവിടെ എത്തിയില്ലടി. എന്നാലും ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ലോറിക്കാരും ഓട്ടോറിക്ഷക്കാരൊക്കെ ആയിട്ട് ഇവിടെ കിട്ടിയില്ലേ. നടക്കാം അങ്ങോട്ട് അതിലങ്ങോട്ട്. അതുമ്മ നേരെ ജമീൽ താത്താൻ്റെ മുറ്റത്തു കൂടെ പോകേണ്ടി വരും കേട്ടോ. അവർ വീടിൻ്റെ അവിടെ ഒരു കാടാണ്, അതിൽ പോകേണ്ടി വരും. ഇജ്ജ് നടന്നുകൂടെ അങ്ങോട്ട്. പുത്തൻ വീട് തറവാടി വലിയൊരു മിറ്റും പേരൊക്കെ എന്തിനാ അങ്ങനെ പൂട്ടിട്ടിക്കണവില്? കുറച്ച് നാൾ തുറന്നു വെച്ചൂടെ? കള്ളന്മാരൊക്കെ കയറിയാലേ അത് വിചാരിച്ച് കണ്ട് ഭയങ്കര സെറ്റപ്പാണ് ഇപ്പോൾ അവിടെ. പഴയ പോലെ ഒന്നല്ല. എടി ഇങ്ങോട്ട് നോക്കാം. നല്ല വലിയ മാങ്ങയൊക്കെ പുറത്തൊക്കെ തൂങ്ങി നിൽക്കട്ട് ഗേറ്റിങ്ങിൻ്റെ പുറത്തുനിന്ന്. നമുക്ക് എടുത്താലോ? എന്താ നിങ്ങൾക്ക് ഒന്ന് എടുക്കാൻ കൊണ്ട് വെച്ചാലേ അതൊക്കെ ഒക്കെ CCTV ഉണ്ടാവും കേട്ടോ. നിങ്ങളും ഞാനൊക്കെ ആകെപ്പാട് പേക്കാവണേ നട്ടപ്പാതിരൊക്കെ CCTV നോക്കി നിൽക്കല്ലേ. അങ്ങനെ അത് കുഞ്ഞിക്കഥ 2 മാങ്ങ എടുത്ത് അപ്പോൾ തന്നെ അവരുടെ ബാഗിലിട്ടു. എന്താ ഉമ്മ, മാങ്ങ ഇഷ്ടം പോലെയുള്ള കാലം. അതിനിപ്പോൾ എന്താടി കട്ടെടുക്കണ മുതലിന് വല്ലാത്ത ജാതി ടേസ്റ്റേ കാരം. ഇത് നോക്കണ്ടി, ഇതിന് അച്ചാറിടും. അച്ചാർ ശരിക്കും സൗദക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെ ഏതാ അവരുടെ മതിലിൻ്റെ അപ്പുറത്ത് കൂടെ പോയപ്പോൾ ആ ഭാഗത്തായിരുന്നു ജമീലത്താത്തയുടെ വീട്. എന്നാൽ ജമീലത്താത്തയുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ തന്നെ ഒരുപാട് കാടുകളും ചമ്മലുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ ചവിട്ടി അവർ നടക്കുന്നു. അതെ, ആ ഭാഗത്താണ് ചെറിയ ഗേറ്റ്. അവരുടെ ചവിട്ടടി ശബ്ദം കേട്ട് അതാ അവിടുത്തെ ജമീലത്താത്തയുടെ മരുമകൻ. എന്താടാ പന്നിയാളുടെ തോണ്ട്? എടാ
മോനെ ജമീലത്താത്ത ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവരുടെ ഓടിട്ട വീട്ടിലേക്ക് നല്ല രീതിയിൽ ആ പന്നി ചവിട്ടുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. പൊന്നാര മോനെ, കുറച്ച് കല്ലെടുത്തണ്ട് എറിഞ്ഞൂട്. അവിടെ ഞാൻ 2 കള്ളിയിൽ പൂള നട്ടിരുന്നു, അതൊക്കെ കുത്തി കഴിച്ചിതാക്കും. കുറച്ച് കല്ലെടുത്തണ്ട് വാരി എറിഞ്ഞൂട്ടാ. എൻ്റെ റബ്ബേ, അറ്റങ്ങളെ നട്ട പാതിരായാണ്ട് കയറി വരും. എന്നിട്ട് ഉള്ള സാധനങ്ങൾ മുഴുവൻ 2 വായക്കന്ന് അവിടെ വെച്ചിനു, 2 പൂളക്കൊമ്പ് ഞാൻ കുത്തീനു, അതൊക്കെ മുളകും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നാസാക്കും. അതിൻ്റെ റബ്ബേ, ഇത് നല്ലോന്നണ്ട് എറിഞ്ഞൂട്. അങ്ങനെ അതാ അപ്പോൾ തന്നെ അതാ ജമീലത്താത്തയുടെ മകൻ കല്ലുകൾ എടുക്കുന്നു. ഉമ്മ ഒന്ന് വായിപ്പിച്ചാൽ പോരെ? പൊന്നാര മോനെ, പന്നിയാറാണ് സാധനങ്ങൾ, അറ്റങ്ങൾ ഇങ്ങോട്ട് കയറി വരും, പിന്നെ മനുഷ്യന്മാരെയും കടിച്ചു കൊല്ലുട്ടോ. ഉമ്മാൻ്റെ കുട്ടി വേഗം പോയിക്കാണ്ട് കുറച്ച് നല്ലോ അങ്ങോട്ട് കല്ലെടുത്തെറിഞ്ഞൂട്ടാ, വേണ്ടെടുത്തൂട്. അങ്ങനെ അതാ അപ്പോൾ തന്നെ റഷീദ് അവിടെ മുറ്റത്ത് കണ്ട കുറച്ച് മെറ്റൽ കല്ല് പെറുക്കിയെടുക്കുന്നു. മോനെ നല്ലാണ്ട് വാരി എറിഞ്ഞോളൂ, നല്ലോ ഒച്ചപ്പാടുണ്ട്, കണ്ടില്ലേ എത്ര റബ്ബേ, 1 2 അല്ല തോണ്ട്, വേഗാണ്ട് എറിഞ്ഞോട്. അങ്ങനെ അതാ അവൻ ഒരു പിടി കല്ല് വാരി അതാ ആ ശബ്ദം കേൾക്കുന്ന, ചവിട്ടിയുടെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നല്ലോണം വാരി എറിയുന്നു. അവൻ്റെ അമ്മ, എന്തിനാ കല്ലെടുത്തരേ? അവൻ്റെ അമ്മ, എൻ്റെ തലക്കും തട്ടി, ഇത് എവിടെ നീ വരുന്നത്? ശരിക്കും അതാ അവരും എവിടുന്ന റബ്ബേ വരുന്നത്, ഇഷ്ടം പോലെ വരികയാണല്ലോ. അവർ അതാ ആ ഒരു ഏറ് കൊണ്ടപ്പോൾ തന്നെ പതുക്കെ അവിടെ നിന്ന് മാറി നേരെ പെട്ടെന്ന് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ വീണ്ടും ചമ്മലിൻ്റെ ആ ഒരു ശബ്ദം. എന്നാൽ അതാ വീണ്ടും റഷീദ് വാരി എറിയുന്നു. ശരിക്കും അവർക്ക് തലമണ്ടക്കും ശരീരത്തിലൊക്കെ നല്ലോണം ഏറ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലത്തെ രീതിയിലുള്ള ചെറിയ കല്ലൊന്നല്ല, ഒരിക്കലും കുറച്ച് വലിയ ടൈപ്സ് ഉരുളൻ കല്ലുകൾ പോലത്തെ മെറ്റലാണ് വരുന്നത്. റബ്ബേ, അപ്പോഴേക്കും കുഞ്ഞിക്കതേക്കും നല്ലൊരു ഏറ് കിട്ടി. എന്താ റബ്ബ്, ഇത് ചെയ്ത്താനേറ് ചാത്തനേറ് എന്നൊക്കെ പറഞ്ഞേക്കാം. ഇതിലെ പോയപ്പോൾ ഇമ്മാനോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് കയറണ്ടെന്നുള്ളത്, ഇതിൽ പോയപ്പോത്തിന് എന്തൊരു ഏറാണ്, അതാണ് ഞാൻ അമ്മനോട് പറഞ്ഞത്, ഒരിക്കൽ പോലും അങ്ങോട്ട് പോകണ്ടെന്നുള്ളത്. അവൻ്റെ ഉമ്മ, എനിക്കും കിട്ടിയടി നല്ല ഏറ്, നടന്നുകൊണ്ട് അങ്ങോട്ട് വേഗം. അങ്ങനെ അത് അവർ വേഗത്തിൽ തിരിച്ചോടുകയാണ്. കാരണം ആ ചമ്മലിലൂടെ ഓടുമ്പോൾ വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിന്ന് റഷീദ് ഒരുപാട് കല്ലുകൾ എടുത്ത് അവരെ നേരെ എറിഞ്ഞുകൊണ്ടിരുന്നു. പോയി കിട്ടി. ആര് പറഞ്ഞു? ആ തെങ്ങും വായും തെങ്ങും തയ്യും അതൊക്കെ കേടുവരുത്തിയിട്ടുണ്ടാകും. വല്ലാത്തൊരു പുതുമന്നെയാണ്. അതിൻ്റെ റബ്ബേ, ശരിക്കും അവർ കരഞ്ഞുകൊണ്ട് ഓടി നേരെ മെയിൻ ഗേറ്റിൻ്റെ ആ ഭാഗത്ത്. ഉമ്മ, നെറ്റുമ്പലൊക്കെ തട്ടിക്കണം, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കടി, എൻ്റെ മുഖത്തേക്ക് തലമണ്ട പൊട്ടി ചോര വരുന്നതാ. അവൻ്റെ റബ്ബ, എന്തൊരു ഏറാണ് എറിഞ്ഞ, മനുഷ്യന്മാരെന്നെ അല്ല എറിഞ്ഞത്, നല്ല ശക്തിയുള്ള ആൾ ഉന്നം വെച്ച് ഒച്ചുള്ള ഭാഗത്തേക്ക് ഇറങ്ങിയതാണ്. അതാണ്. എന്നാലും ആരാണിപ്പോൾ അത് എറിഞ്ഞത് എനിക്കറിയില്ല. അതേ പല ഏറും ഉണ്ടാവും, ചാത്തനേറ് എന്നൊക്കെ കേട്ടിക്കണം, അതേ കാരം. അല്ലാതെ നമ്മൾ നട്ടപ്പാതിരാക്കി വെളിച്ചു കൂടിയിട്ട് അത് ഏറിയാണ് ഒച്ചുള്ള സ്ഥലത്ത്. ഇനി ആ വൈക്ക് കൂടെ ഞാൻ പോലോ. ശരിക്കും കുഞ്ഞിക്കതിയേക്കും നല്ല ഏറ് കിട്ടിയിട്ടുണ്ട്. അത് ഉമ്മാക്കും മരുമകൾക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഏറ് തന്നെയാണ് കിട്ടിയത്. അതിൻ്റെ അമ്മ, അങ്ങോട്ട് നോക്കി, നിങ്ങൾ ഇവിടെയൊക്കെ മുഴച്ചേക്കണ്, എന്തോ ഒരു ഏറാണ് എറിഞ്ഞത് എനിക്കറിയില്ല. അതിൻ്റെ റബ്ബേ, എന്താ നീ കാട്ടുക? എന്താ അങ്ങോട്ട് നടന്നിട്ടാണ് നിങ്ങൾ, നമുക്ക് എങ്ങനെയെങ്കിലും വണ്ടി കിട്ടി നമുക്ക് ആ തറവാട്ടിക്ക് പോവാം. സൗദാ, ഇത് വിഷയം മാറ്റണ്ട, ഏറല്ല, എന്നെ എറിഞ്ഞ് കൊന്നാലും ഇവിടെ ഞാൻ കൊണ്ടുപോകില്ല. ശരിക്കും ഉമ്മയുടെ വാക്ക് കേട്ട അവൾക്ക് വല്ലാത്തൊരു ഞെട്ടലായത്. എന്തമ്മ നിങ്ങളീ പറയണത്? അതേ ഡി, ഇവിടെ നിൽക്കണം, ഇവിടെ നിന്നാലേ എനിക്ക് കാര്യമുള്ളൂ. എന്തെന്ന് കരുതിയിട്ടാ? അന്ന് ശരിയാണ്, അന്ന് ഞാൻ പിടിച്ച് ഇറക്കി കൊണ്ടുപോയത് എന്തിനു, നവാസ് വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അന്ന് ഓന് കൊണ്ടയില്ല, അതുകൊണ്ട് ഇജ്ജ് ആ നിർത്തം അവിടെ നിന്നു. ഇനി അങ്ങനെയല്ല, ഇനി ഇജ്ജ് പുത്തൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ പാടില്ല, അവിടെ നിൽക്കണം, അവിടെ നിന്ന് ഇറങ്ങാതെ പിടിച്ച് നിൽക്കണം, മനസ്സിലായല്ലോ? എൻ്റെ ഉമ്മ, നിങ്ങൾ സ്വത്തും മുതലിനും വേണ്ടിയിട്ട് ആർത്തി ഇങ്ങോട്ട് തീർന്നിട്ടില്ലേ? സ്വത്തിനും മുതലിനും വേണ്ടിയിട്ടെന്നല്ല, അനക്കൊരു പിടുത്തം വേണ്ടിയിട്ട്. എന്നാൽ ഒരു പക്ഷെ അവൾ അങ്ങോട്ട് വന്നാൽ അവരുടെ സുഖജീവിതം ഇല്ലാതാകും എന്നും കുഞ്ഞിക്കതിയുടെ മനസ്സിലുണ്ടായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ നേരം വെളുക്കുവോളം അവിടെ നിൽക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഗേറ്റ് തുറക്കോളം ഇവിടെ തന്നെ നിൽക്കുക, അല്ലാതെ എന്താ അമ്മ, നമ്മൾ യാചകികളെ പോലെ ഇവിടെ ഇരിക്കണ്, നമുക്കവിടെ ഉള്ളിലേക്ക് കയറാൻ പറ്റണില്ല, എന്താ ഇപ്പോൾ കാട്ടുക? ഇവിടെ ഇരിക്കുക. അപ്പോൾ തന്നെ അതാ കുഞ്ഞിക്കതിയ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോർത്ത് ഗേറ്റിൻ്റെ മുമ്പിൽ അങ്ങ് വിരിച്ചിട്ടു. എന്നാൽ ഈ സമയം ഷമ്മാസ് അത് നോക്കി. CCTV. ശരിക്കും അവൻ ഞെട്ടി. ഗേറ്റിൻ്റെ മുമ്പിൽ അതാ
ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു, ഒരു സ്ത്രീ അവിടെ കിടക്കുകയും ചെയ്യുന്നു. എന്തപ്പോൾ ഇത് കഥ? വിറ്റുങ്ങൾ പോയിട്ടില്ലല്ലോ. ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചുറ്റിപ്പറ്റി കൂടുമോ എന്തോ? ഇപ്പം തന്നെ ഇറക്കി വിടണോ അവിടുന്ന്? ഇപ്പം ഇറക്കി വിട്ടാൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ രാത്രി എങ്ങോട്ട് പോകാനാ? ഏതായാലും അവിടെ ഇരിക്കട്ടെ, രാവിലെ നോക്കാം. അല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കും തോന്നുന്നില്ല. ഷമ്മാസിന് ആ രാത്രി ഉറക്കമില്ലായിരുന്നു. ഇടയ്ക്കിടെ CCTV ക്യാമറ ഫോണിൽ നോക്കുമ്പോഴും അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അവിടെ പുറത്ത് ആ മഞ്ഞിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് അവൻ കണ്ടു. ഇനിയിപ്പോൾ ഏതെല്ലാം നേരം വെളുക്കട്ടെ, നേരം വെളുക്കുമ്പോഴത്തേന് പോവാവോ? ഷമ്മാസ് ആ രാത്രിയിൽ അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അതെ, അവരവിടെ ഉണ്ട്. ഒരു പക്ഷേ ഒന്നിനും മടിക്കാത്തവരാണെങ്കിലോ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഏതാ ഷമ്മാസ് വീണ്ടും ഫോൺ എടുത്ത് നോക്കി. ഒന്ന് പുറത്തേക്ക് നോക്കിയാലോ, പോയി നോക്കിയാലോ, ഗേറ്റ് തുറന്നാലോ എന്നവൻ്റെ മനസ്സ് മന്ത്രിച്ചു. എന്നാൽ ഉമ്മ പറഞ്ഞ വാക്ക്, മോനെ ഇനി ഇന്നേരം മാൻ്റെ കുട്ടി പുറത്തേക്ക് പോകല്ലേ, മാൻ്റെ കുട്ടി അവിടെ ഇരുന്ന് കണ്ണുമ്പിക്കാളാം. ഉമ്മ പറഞ്ഞ ആ വാക്ക് എടുത്തത് കൊണ്ട് മാത്രം ഷമ്മാസ് അതാ ആ ഭാഗത്തേക്ക് പോകാതെ അവിടെ അക്ഷമനായി കിടന്നു. എന്തായിരിക്കും ഇനി നാളെ രാവിലെ കുഞ്ഞിക്കതിയും സൗദിയും ചെയ്യുന്നത്? നേരെ പുത്തൻവീട് തറവാട്ടിലേക്ക് പോകുമോ അതോ അവരുടെ വീട്ടിലേക്ക് പോകുമോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സൗദ എങ്ങോട്ട് പോകണം ഇനി? പുത്തൻവീട് തറവാട്ടിലേക്കോ അതോ കുഞ്ഞിക്കതിയുടെ വീട്ടിലേക്കോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തൊക്കെ തന്നെയാലും ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.